ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മീറ്റർ തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ തുണി രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നൈറ്റിയുടെ ലെങ്ത് എത്രയാണോ അതൊന്ന് ഈ തുണിയിൽ മാർക്ക് ചെയ്യണം. 54 ഇഞ്ചാണ് ഞാൻ നൈറ്റിയുടെ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ 54 ഇഞ്ച് വരുന്ന ഭാഗത്ത് നിന്നും ഇതുപോലെ തുണി ഒന്നുകൂടെ താഴേക്ക് മടക്കിയെടുക്കാം. ഇപ്പോൾ ഈ തുണി 4 ലെയറായിട്ടാണുള്ളത്. ഇനി ഈ ബാക്കി വരുന്ന തുണി കട്ട് ചെയ്ത് മാറ്റാം. ഇത് 3/4 സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഈ ഒരു തുണി ജോയിൻ ചെയ്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തുണി മടക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫോൾഡിങ് വരുന്ന ഭാഗം. ഇനി അളവുകൾ മാർക്ക് ചെയ്യാം. ഷോൾഡർ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴേക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. ചെസ്റ്റിൻ്റെ അളവ് 11 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതും ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഈ കോർണറിൽ നിന്നും ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൈക്കുഴി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇവിടെ നിന്നും താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. വേസ്റ്റിൻ്റെ അളവ് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇവിടെ മുതൽ താഴ്ഭാഗം വരെ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നൈറ്റിയുടെ സ്ലീവ് ഈ ഒരു ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചെടുക്കണം. ഇനി ഈ വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു സ്ട്രൈറ്റ് ലൈനിൽ നിന്നും ഇങ്ങോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെയും ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ലൈനിൽ നിന്നും ഈ ഒരു ലൈനിലേക്ക് ഇതുപോലെ ടാപ്പ് ചെരിച്ച് വെച്ച് 10 ഇഞ്ച് എവിടെയാണോ വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്ലോപ്പാക്കി വരച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ കൈക്കുഴി വരച്ചെടുക്കണം. ഇനി സ്ലീവ് ഓപ്പണിങ് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. നൈറ്റിയുടെ സെൻറ്റർ അറിയാൻ വേണ്ടി ഇവിടെയും ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ഇനി ബാക്കി വരുന്ന ഭാഗവും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം, ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടണം എന്നുള്ളവർക്ക് സൈഡിൽ നിന്ന് തുണി കട്ട് ചെയ്ത് സ്ലീവുമായിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതിയാവും. 3/4 സ്ലീവാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഫ്രണ്ട് ഭാഗത്തെ നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ക്യാൻവാസ് ഷീറ്റിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഈ മടക്കി വരുന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യാം. നെക്ക് വീതി 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് ഡെപ്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം.
ഇനി ഇതൊരു ബോക്സാക്കി വരച്ച് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള നെക്ക് വരച്ചെടുക്കാം. ഞാൻ സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്കാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വരച്ചെടുത്തിട്ടുള്ള നെക്കിൻ്റെ ഷേപ്പിൽ നിന്നും ഇങ്ങോട്ട് 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം. ഇനി ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും ഫ്രീ ഹാൻഡായി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള നെക്ക് വരച്ചെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വരച്ചെടുത്തിട്ടുള്ള മാർക്കിങ്ങിലൂടെ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, നെക്ക് മലർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തുണിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ റോങ് സൈഡാണ് മുകളിൽ വരുന്നത്. ഇതിൻ്റെ റോങ് സൈഡിലേക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ തിളക്കമുള്ള ഭാഗം ചേർത്ത് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തുണിയിൽ 1/4 ഇഞ്ച് വിട്ട് ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടുള്ള ഈ തുണി ഈ ഒരു ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇതിനെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. ഈ നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. എന്നിട്ട് 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. ഈ ഒരു 5 ഇഞ്ചിലാണ് ഓപ്പണിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ഈ തുണിയുടെ റോങ് സൈഡ് മുകളിലാവുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി മാർക്ക് ചെയ്ത ഭാഗവും ഈ ഒരു നെക്കിൻ്റെ പീസിൽ സെൻറ്റർ അറിയാൻ വേണ്ടി മാർക്ക് ചെയ്ത ഭാഗവും ചേർത്ത് വെക്കണം. ഈ ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ തുണിയുടെ റൈറ്റ് സൈഡും നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ റോങ് സൈഡുമാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഈ ഫ്രണ്ടിൽ ഓപ്പണിങ് കൊടുക്കുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത് തട്ടാതെ ഇതുപോലെ ചെറിയ കട്ടിങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ തുണിയെ ഈ നൈറ്റിയുടെ പീസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മറിച്ചിടാം. ഇതുപോലെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നൈറ്റിക്ക് മാച്ചായിട്ടുള്ള ഈ ഒരു കളറിലുള്ള തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒറ്റ പീസിൽ ക്രോസ് പീസ് കിട്ടിയിട്ടില്ലെങ്കിൽ 2 ക്രോസ് പീസ് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഒറ്റ പീസാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റോങ് സൈഡ് ഉള്ളിലാവുന്ന പോലെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓപ്പണിങ് വരുന്ന ഭാഗത്ത് ഒരു പീസ് തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഈ തുണിയുടെ പീസിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. ഇനി ഇതിൻ്റെ നല്ല വശം ഉള്ളിലാവുന്ന പോലെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉൾവശം പുറത്തേക്ക് മറിച്ചെടുക്കാൻ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ ഒരു ഭാഗത്ത് കൂടെ ഇതിൻ്റെ ഉൾവശം പുറത്തേക്ക് മറിച്ചെടുക്കാം. ഇനി ഈ ഒരു പീസ് തുണി ഇതുപോലെ ഒന്ന് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഓപ്പണിങ് കൊടുത്ത ഭാഗം ചേർത്ത് വെച്ച് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഭംഗിക്ക് വേണ്ടി ഇതുപോലെയുള്ള ഷോ ബട്ടൺസ് വെച്ച് തുന്നി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഈ നൈറ്റിയുടെ ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് പാർട്ടിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു തുണി രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. നെക്ക് വീഴ്ത്ത് 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3 ഇഞ്ചായി വരും. ബാക്ക് നെക്ക് ഡെപ്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ നൈറ്റിയുടെ ബാക്ക് നെക്കിൽ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്ത് ഇതുപോലെ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് വെച്ച് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്കും ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ നല്ല വശത്ത് ഇതുപോലെ 1 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് തുണിയെ സ്ലീവിൻ്റെ റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവ് നൈറ്റിയുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിന് നൈറ്റിയുടെ നല്ല വശം മുകളിലാവുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഈ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ഭാഗവും സ്ലീവിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി കട്ടിങ് കൊടുത്ത ഭാഗവും ഒരുമിച്ച് വെച്ച് രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ച് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നൈറ്റിയുടെ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം, റോങ് സൈഡിലേക്ക് ആക്കിയിട്ട്. പിന്നെ ഈ നൈറ്റിയുടെ താഴ്ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയും വേണം. ഇത്രയുമാണ് ഈ ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വരുന്നത്. ഇതാണ് ഈ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.